ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക പേരും ഒരു ആൻഡ്രോയിഡ് ഫോണാവും യൂസ് ചെയ്യുന്നത്. ഒരു ഐഫോൺ വാങ്ങുക എന്നത് പലർക്കും സ്വപ്നമാണ്. പലരും സ്റ്റാറ്റസ് ഐക്കണായിട്ടാണ് ഐഫോൺ യൂസ് ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന iPhone 12 ഏകദേശം 1.25 ലക്ഷമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്താണ് ഐഫോണിന് ഇത്ര വില കൂടാൻ കാരണം? ഇത്ര വിലയായിട്ടും ചില ആളുകൾ ഈ ഫോൺ തന്നെ എന്തുകൊണ്ട് വാങ്ങുന്നു? അറിയാം ഇന്ന് ഫാക്ട് ബോട്ടിലൂടെ. ഇതുപോലത്തെ വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ഫാക്ട് ബോട്ടിൽ ആൻഡ് ഷെയർ. എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളും കൂടുതൽ സ്റ്റോറേജ്, ക്യാമറ, പ്രൊസസ്സർ, ബാറ്ററി എന്നീ ഹാർഡ്വെയർ സൈഡിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഐഫോൺ ഡെവലപ്പിംഗ് എഞ്ചിനീയേഴ്സ് ഹാർഡ്വെയറിൻ്റെ അതേ പ്രാധാന്യം അവരുടെ സോഫ്റ്റ്വെയറിന് കൊടുക്കുന്നു. അതുകൊണ്ടാണ് 12 മെഗാ പിക്സൽ ഐഫോൺ ക്യാമറയിൽ എടുത്ത ഫോട്ടോകൾ 64 മെഗാ പിക്സൽ ആൻഡ്രോയിഡ് ഫോണിനേക്കാൾ കിടുവാകുന്നത്. ഒരു സർവേ പ്രകാരം ആൻഡ്രോയിഡ് ഫോണുകളുടെ ലൈഫ് 2 മുതൽ 3 വർഷം വരെയാണ്. ടോപ്പ് നോച്ച് പ്രീമിയം ഡിസൈൻ ആൻഡ് ബിൽറ്റ് ഇൻ ക്വാളിറ്റി. ഈ കാരണം കൊണ്ടാണ് 5 വർഷം വരെ ഐഫോൺ സൂപ്പറായി യൂസ് ചെയ്യാമെന്ന് കമ്പനി അവകാശപ്പെടുന്നത്. നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ അതിലെ പ്രീ ഇൻസ്റ്റാൾഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പോഴത്തെ ലേറ്റസ്റ്റ് ആണെങ്കിലും പിന്നീടുള്ള വേർഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ ഐഫോൺ ഏത് അപ്ഡേറ്റ് വന്നാലും അതെല്ലാം അനായാസം പഴയ ഫോണുകളിലും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ ഫോണുകൾ വളരെ സെക്യൂർ ആണെന്നാണ് പറയുന്നത്. നമ്മൾ ആൻഡ്രോയിഡിൽ ഡൗൺലോഡ് ചെയ്യുന്ന പല ആപ്പുകളെയും വിശ്വസിക്കാമോ എന്നതിന് കറക്റ്റായ ഒരു ഉത്തരമില്ല. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന നമ്മൾ മീഡിയ, ക്യാമറ, കോണ്ടാക്റ്റ്, ഗാലറി എല്ലാം യൂസ് ചെയ്യാൻ പെർമിഷൻ കൊടുക്കുന്നു. റീസെൻ്റായി നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ബാൻ ചെയ്തത് ഓർമ്മയില്ലേ? എന്നാൽ ഐഫോണിലെ എല്ലാ ആപ്പുകളും ജെന്യൂനും ഓതൻറ്റിക്കേറ്റഡും ആണ്. അവർ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നില്ല. ഗൂഗിൾ ഡെവലപ്പ് ചെയ്തതാണ് ആൻഡ്രോയിഡ്. ഏതൊരു മൊബൈൽ കമ്പനിക്കും ആൻഡ്രോയിഡ് വാങ്ങാനും അവരുടേതായ രീതിയിൽ മാറ്റം വരുത്തുവാനും കഴിയും. എന്നാൽ ആപ്പിൾ ഡെവലപ്പ് ചെയ്യുന്ന iOS ഐഫോണിനും ആപ്പിൾ പ്രൊഡക്റ്റിനും മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. എക്കോസിസ്റ്റം അല്ലെങ്കിൽ സീംലെസ് ട്രാൻസ്ഫർ. മാക്, iWatch, iPad, iPod, ഐഫോൺ എന്നീ എല്ലാ ആപ്പിൾ പ്രൊഡക്റ്റുകളിലും ഈസിയായി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. 30% കൂടുതൽ വരുന്ന ഇമ്പോർട്ട് ടാക്സ്. ഐഫോൺ വില മറ്റു രാജ്യങ്ങളിലുള്ളതിനേക്കാളും ഇന്ത്യയിൽ കൂടാനുള്ള മറ്റൊരു പ്രധാന കാരണമാണ്. ഒക്കെയാണ് ഐഫോൺ വില കൂടാനും ആക്ടേഴ്സ്, പൊളിറ്റീഷ്യൻസ്, മറ്റു സെലിബ്രിറ്റീസ് ഐഫോണിനെ ഒരു ഷോ ഓഫ് അല്ലെങ്കിൽ ഒരു പ്രീമിയം അസറ്റായി കണക്കാക്കാനും ഒക്കെയുള്ള കാരണം.